ഗൈസ്, ഞാനപ്പോ എന്റെ ഒരു റീൽ ഇട്ടപ്പോ വന്നൊരു കമന്റ് ആണിത്. ഓന്ന് നിന്നെ കൊല്ലും, ഒരു മോനായിക്കോ ഒരു കൊച്ചായിക്കോണ നിന്നെ കൊല്ലും, നോക്കിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ദുബായ് കൊണ്ടുപോയി കൊല്ലും അങ്ങനെയൊക്കെ. ഇപ്പോ അവള് മരിച്ചത് ദുബായിൽ നിന്നാണെങ്കിൽ അവളുടെ വിധി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവൾ എങ്ങനെ മരിക്കണമെന്ന്, എവിടെ മരിക്കണമെന്ന് ആ വിധി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവളങ്ങനെ മരിച്ചത് കൊണ്ട് ഞാൻ അവിടെ തന്നെ മരിക്കണം എന്നില്ല. ഓക്കെ. പിന്നെ നീ കൊല്ലാൻ കൊണ്ടുപോണെന്ന് പറയല്ലേ, ഈ കൊല്ലാൻ കൊണ്ടുപോണെന്ന് ഈ കൊന്നെന്നുള്ളത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം പറഞ്ഞിട്ടുണ്ടോ? ഈ മീഡിയക്കാര് പലതും പറഞ്ഞുണ്ടാക്കി നിങ്ങളുടെ മൈൻഡിലേക്ക് കയറ്റിയേക്കണ കാര്യങ്ങളാണത്. നിയമം വഴി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മേനെ കൊന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൊന്നും ഇടാവോ? പിന്നെ കുട്ടിയായിട്ട് അവൻ കൊല്ലും എന്ന് പറയുന്നതിനോട് ഞാൻ എന്താ പറയുന്ന വെച്ചെങ്കിൽ, അവള് ചിന്തിക്കണമായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിട്ട് എനിക്കൊരു മകനുണ്ട്, മേനുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളെങ്കിൽ മകന് വേണ്ടി ജീവിക്കണമായിരുന്നു. അതല്ല ഇഷ്യൂ ആണെങ്കിലാണ് എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ പൊട്ടബുദ്ധി വന്നത്. ഇപ്പൊ എനിക്ക് എന്റെ മോനുണ്ട്, ഇപ്പൊ ഞാനും മേനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്റെ മോനിക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചു കൂട്ടിയെങ്കിൽ അത് പടച്ചോനിക്കറിയാം ഇനി അതെന്താ ചെയ്യാന്ന്. പക്ഷെ എന്റെ ആയുസുള്ളിടത്തോളം കാലം ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്റെ മോനിക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഉറപ്പായിട്ട് ഞാൻ എന്റെ മോനിക്ക് വേണ്ടി ജീവിക്കും. കാരണം ആ പൈതലൊന്നും അറിയാത്തതാണ്, ബോധവും വെളിവില്ലാത്ത കൊച്ച്. അതെന്തറിയാം, അതിനൊന്നും അറിയില്ല. സോ അതിനുവേണ്ടി ഞാൻ ജീവിക്കും. ഇതിൽ കൂടുതൽ ഈ കമന്റിന് എനിക്ക് റിപ്ലൈ കൊടുക്കാനില്ല. ഓക്കെ. ഈ കൊന്നെന്ന് പറയണോട് ഞാൻ പറയുന്നത്, നിനക്ക് തെളിവുണ്ടെങ്കിൽ നീ ഇട്. കോർട്ടിലോ നിയമപരമായിട്ടോ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ നിങ്ങൾ ഈ പറയണവര് തെളിവുണ്ടെങ്കിൽ ഒന്ന് ഇടണേ. ഓക്കെ.